നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. കാരണം ഒരാൾ ഇത്രയും, അതായത് നമ്മുടെ സംസ്ഥാനത്തെ ഒരു പൊതുമുതൽ വെട്ടിയെടുത്ത് മരം മുറി കേസ്, വലിയ കോടികളുടെ തട്ടിപ്പ് നടത്തിയതാണത്. ആ ആളെ ജയിലിൽ പിടിച്ചിടുന്നു. 2021 സംഭവിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാർ കയറി ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ജയിൽ മോചിതനാവുകയാണത്. അവിടെയാണ് നമ്മൾ സംശയിക്കേണ്ടി വരുന്നത്. ജയിൽ മോചിതനായി 2 വർഷത്തിനുള്ളിൽ പിന്നെ പ്രത്യക്ഷപ്പെടുന്ന എന്താണ്? വലിയൊരു ചാനൽ ഏറ്റെടുത്തുകൊണ്ടാണ്. പിന്നെ 2 വർഷം എന്താ നടന്നത്? ഇവിടുത്തെ സർക്കാരിൻ്റെ, പിണറായി സർക്കാരിൻ്റെ വെള്ളപൂശുന്ന ഒരു ചാനലായിട്ട്, അവരുടെ പ്രൊമോഷൻ ഏറ്റെടുത്ത ഒരു ചാനലായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നെപ്പോലെ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ അഴിമതിയും കുറ്റങ്ങളും തെറ്റുകളും വിളിച്ചു പറയുന്ന, പരസ്യമായിട്ട് പറയുന്ന എന്നെപ്പോലെയുള്ള ആക്രമിക്കാനായിട്ടുള്ള ഒരു കാരണം തന്നെ അതാണത്. അങ്ങനെ ഒട്ടനവധി ആളുകളുടെ കുടുംബങ്ങൾ തകർത്തിട്ടുണ്ട്. ഇവര് നിരപരാധികളായിട്ടുള്ള ആളുകളെ തകർത്തിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. അല്ല, ചോദിക്കുന്നതിന് അല്ല, നിങ്ങള് ഞാൻ ഒരു കാര്യം അതിൽ ഉത്തരം, ഓക്കെ, നിങ്ങൾ എന്നെ വർത്താനം പറയാൻ സമ്മതിക്കാതെ എന്തെങ്കിലും ഉണ്ടോ? ഇലക്ഷൻ വിഷയം ഇന്ന് ഞാൻ ഈ ഒരു വിഷയം മാത്രം ഇത് ചെയ്യാം. കാരണം ഇതുപോലെയുള്ള ചാനൽ, ഒരു ദേശീയ സുരക്ഷാ ക്ലിയറൻസ് പോലുമില്ലാത്ത വ്യക്തികളുടെ കയ്യിൽ ഇതുപോലെ ഒരു ചാനൽ വന്നു കഴിഞ്ഞാൽ അത് രാജ്യത്തിന് ആപത്താണ്, ഇവിടുത്തെ ജനങ്ങൾക്ക് ആപത്താണ്, ഇന്ത്യക്ക് തന്നെ ആപത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇതിനൊരു തീരുമാനം കണ്ടെത്തണമെന്ന് വിചാരിച്ച് ഇതിനു വേണ്ടി യുദ്ധത്തിനിറങ്ങിയത്. അതിൽ ആദ്യ സ്റ്റേജിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു. ഇനി ഇത് അടച്ചുപൂട്ടിയാൽ പൂർണ്ണമായിട്ടും എൻ്റെ ശ്രമം ഈ നാടിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ശ്രമത്തിൽ ഞാൻ വിജയിച്ചു എന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞു, എൻ്റെ പേരിൽ അപകീർത്തികരമായിട്ടുള്ള ഒരു വാർത്ത കൊണ്ടുവന്നു. തെറ്റായിട്ടുള്ള, വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു വാർത്ത അവർ പ്രക്ഷേപണം ചെയ്തു. അപ്പോഴാണ് അതിന് ഞാൻ നോട്ടീസ് കൊടുക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ ചരിത്രം മുഴുവൻ അന്വേഷിച്ച് ഞാൻ അതിൻ്റെ റെക്കോർഡുകൾ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഇവർക്ക് ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഇല്ല എന്നുള്ളതും ഇവരുടെ ഡയറക്ടർമാരെല്ലാം വ്യാജമായിട്ടുള്ള ഇതിലാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നും ഒക്കെ എനിക്ക് മനസ്സിലായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഹർജിയുമായിട്ട് ഹൈക്കോടതിയിലേക്ക് പോയത്. എനിക്കെന്താ ഉള്ളത്? ഞാൻ അവരെ കണ്ടിട്ടുമില്ല, ഞാൻ അവരെ അറിയുമില്ല. ഈ പറയുന്ന അഗസ്റ്റിനോ അല്ലെങ്കിൽ ആൻ്റണിയോ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല, അവരുമായിട്ട് എനിക്ക് ഒരിടപാടുമില്ല. എന്നെ അവസാനമായിട്ട് NIA അറസ്റ്റ് ഭയന്നാണ് ഞാൻ NDA ചേർന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അതിനെതിരെ നോട്ടീസും അതിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ, അദ്ദേഹം തുടങ്ങിയ അന്ന് മുതൽ ഉള്ള ഓരോ കാര്യങ്ങളും അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പ്രസ്ഥാനം മൊത്തമായിട്ട് അദ്ദേഹം ഒരുപാട് ക്രിമിനൽ കേസുകൾ, ഒരുപാട് തട്ടിപ്പുകൾ, ഒരുപാട് ഭൂമി ഇടപാടുകൾ, ഒരുപാട് റെക്കോർഡുകളുണ്ട്. അതൊന്നും ഇതിലെ കേസിൽ വന്നിട്ടില്ല. അതെല്ലാം ഇനി പുറകെ വരുന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ഒട്ടനവധി തട്ടിപ്പുകളും അതുപോലെ തന്നെ വ്യാജമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്ന ഒരാളാണത്. അതെല്ലാം ഞങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് തുടർന്ന് അതിൻ്റെ നടപടി അതിൻ്റെ വഴിക്ക് പോകും. അങ്ങനെ ഒരു നിയമമില്ല ഇപ്പോൾ. 2022 ശേഷം ആരാണോ ദേശീയ സുരക്ഷാ ക്ലിയറൻസ് കിട്ടുന്നത് അവർക്ക് ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഉണ്ടാവും. ആ ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമാണ് അതിൻ്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഷെയർ പോലും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ക്ലിയറൻസ് ഇല്ലാതെ ചെയ്യാൻ പാടില്ല. അതാണല്ലോ ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നതും കേന്ദ്ര ഗവൺമെൻറ് അവിടെ സമർപ്പിച്ചിരിക്കുന്ന രേഖ അതാണല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന റിപ്പോർട്ടർ TVക്ക് ഇല്ല? ഇപ്പോൾ വന്നിട്ട് റിപ്പോർട്ടർ TVയുടെ മാത്രമല്ല ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിൻ്റെ കൂടി ദേശീയ സുരക്ഷാ ക്ലിയറൻസ് റദ്ദ് ചെയ്തത് എന്തുകൊണ്ടാണ്? ലൈസൻസ് കണ്ടീഷൻ വയലേറ്റ് ചെയ്തുകൊണ്ടാണ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.